ഹലോ ഹായ്, ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ബണ്ണിനകത്ത് നഗറ്റ്സ് എല്ലാം ഫില്ല് ചെയ്തിട്ടുള്ള അടിപൊളി ഒരു സ്നാക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കിതുപോലെ ഒരു ബണ്ണ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു കത്തി വെച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് ബണ്ണിങ് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതിനകത്ത് കുറച്ച് കുഴി പോലെ ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ വട്ടത്തിലൊരു സർക്കിൾ പോലെ ആക്കിയിട്ട് അതിനകത്തുനിന്ന് ബണ്ണെല്ലാം എടുത്തൊന്ന് മാറ്റി വയ്ക്കാം. ഇതിനകത്തുള്ള പൊടികളും ആ ബണ്ണിൻ്റെ പൊടികളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ എടുത്ത് മാറ്റി ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു ഹോള് പോലെ. എന്നിട്ട് കുറച്ച് നഗറ്റ്സ് എടുത്തിട്ട് ഞാനിത് ഫ്രൈ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇതിലിപ്പോൾ നഗറ്റ്സ് തന്നെ വേണമെന്നില്ല കേട്ടോ, കുറച്ച് ചിക്കൻ്റെ പീസായാലോ വെജിറ്റബിൾസോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ എടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് തക്കാളി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് ഗ്രേറ്റഡ് ചീസാണ്, അതോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പൊടിച്ച കൊല്ലമുളക് ഉണ്ടല്ലോ, അതോട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ഇതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ 4 ബണ്ണാണ് കേട്ടോ ഇത് തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു മണ്ണ് ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം കെച്ചപ്പ് ഒഴിച്ചെടുക്കാം. പിന്നെ നമ്മുടെ ഫില്ലിങ്സ് ഉണ്ടല്ലോ, അത് നിറച്ച് നന്നായിട്ട് കുത്തി നിറച്ചിട്ട് തന്നെ ഇങ്ങോട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ സ്പൂൺ കൊണ്ട് ഒന്ന് അമർത്തി കൊടുത്താൽ മതി. എന്നിട്ട് അടുത്ത ബണ്ണിലും ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഞാനിത് തയ്യാറാക്കുന്നത് എയർ ഫ്രയറിലാണ്, അല്ലെങ്കിൽ ഓവനാണെങ്കിലും മതി കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് മതി കേട്ടോ ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതിൽ 2 എണ്ണത്തിൽ മുട്ട ചേർത്തതും 1 എണ്ണം ഫില്ലിങ്സ് മാത്രമാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിൽ മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് ഓരോന്നിലും ഒഴിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരല്പം കുരുമുളകും ഉപ്പും കൂടി അതിൻ്റെ മീതെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ എയർ ഫ്രയറിലേക്ക് എടുത്ത് വെച്ചെടുക്കാം. 180-ൽ ഒരു 5 മിനിറ്റ്സാണ് കേട്ടോ ഞാനിതിപ്പോൾ വയ്ക്കുന്നത്. ഇപ്പോൾ 5 മിനിറ്റ്സ് കഴിഞ്ഞ് തുറന്ന് നോക്കി കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് കണ്ടില്ലേ, അടിപൊളിയായിട്ടുണ്ട്. നന്നായിട്ട് മുട്ടയൊക്കെ വെന്ത് നല്ല സൂപ്പറാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇടയ്ക്ക് ഒരു വെറൈറ്റി ആയിട്ട് ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുത്താൽ പിള്ളേർക്ക് നല്ല പോലെ ഇഷ്ടപ്പെടും. അപ്പോൾ നല്ലൊരു വിഭവമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും